ഹലോ ഗൈസ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ആണ് നിങ്ങളെങ്കിൽ ഇപ്പൊ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്തേക്കുക. നിങ്ങളുടെ ഈ കുറച്ച് പിള്ളേരോട്ടൊക്കെ ഇടപെടാൻ മടി അല്ലെങ്കിൽ പേടിയൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഇല്ലേ, അവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ കൂടി ഉപയോഗപ്പെടട്ടെ. അപ്പം ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് പറയാം. ആ, അപ്പൊ ഈ ഇന്നത്തെ വീഡിയോയിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ കാര്യം, ഈ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. അപ്പം നമ്മള് ഒരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് നമ്മൾ അവരോട് ചാറ്റൊക്കെ ചെയ്യുന്നുണ്ട്. തുടക്കത്തിലൊക്കെ അവർ നല്ലപോലെ റിപ്ലൈ ഒക്കെ തന്നിരുന്നു. പക്ഷെ ഇപ്പം ഒരു മെസ്സേജ് അയച്ചാൽ മണിക്കൂർ കുറെ കഴിഞ്ഞിട്ടാണ് റിപ്ലൈ ഒക്കെ വരുന്നത്. ചിലപ്പോ അങ്ങ് ചുമ്മാ സീനാക്കി വിടും. അതും അല്ലെങ്കിൽ വെറുതെ ആ എന്നുള്ള ഡ്രൈ ആയിട്ടുള്ള റിപ്ലൈകൾ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എന്തിനാണ് ഇവളെന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നതെന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യും നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ്. ഇതിൽ പലതും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന അബദ്ധങ്ങളാണ്. വീഡിയോ അവസാനം വരെ കാണും. കാരണം ഇതിലെ 5-മത്തെ കാര്യം അത് നിങ്ങളുടെ ചാറ്റിങ്ങിന്റെ സ്റ്റൈല് മാത്രമല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റി മറിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഓക്കെ, ആ 5-മത്തെ കാര്യം മനസ്സിലാക്കാതെ എത്ര കാലത്തോളം നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പെൺകുട്ടിയുടെ ചാറ്റ് ചെയ്താലും അവർ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ എന്തായിരിക്കും ഫ്രണ്ട് സോണിൽ തന്നെ വെച്ചിരിക്കും. അപ്പൊ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 1-മത്തെ പോയിന്റ്, ദ ഇന്റർവ്യൂ മോഡ്, ദ ബോറിംഗ് ഇന്റർവ്യൂ മോഡ്. 1-മത്തെ കാര്യം, സ്റ്റോപ്പ് ആസ്കിങ് ബോറിംഗ് ക്വസ്റ്റ്യൻസ്. അതായത് ഈ ഇന്റർവ്യൂ മോഡ് അങ്ങ് നിർത്തുക. മിക്ക പയ്യന്മാരും ചാറ്റ് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാ? ഹായ്, എന്ത് ചെയ്യുന്നു, ഫുഡ് കഴിച്ചോ, എന്താ കഴിച്ചത്, വീട്ടിൽ ആരൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾ അവളെ കെട്ടാൻ വേണ്ടി പെണ്ണ് കാണാൻ പോയതൊന്നുമല്ല. ഈ ചോദ്യങ്ങൾ അവർക്ക് ദിവസവും 10ഓ 50ഓ പേര് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലോട്ടോ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ നിങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ട കാര്യം? ചാറ്റിങ്ങിൽ എപ്പോഴും ഒരു ഫൺ എലമെന്റ് വേണം, ഒരു സസ്പെൻസ് വേണം. ഉദാഹരണത്തിന് വെറുതെ ഒരു ഹായ് അയക്കുന്നതിന് പകരം അവളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് അല്ലെങ്കിൽ സ്റ്റോറി കണ്ടിട്ടോ ഇത്തിരി തമാശ രൂപത്തിൽ കളിയാക്കിക്കൊണ്ട് ഒരു മെസ്സേജ് അയക്കാം. ഒരു പ്ലേഫുൾ ടീസിങ് എന്നുള്ള രീതിയിൽ. ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്ന ചാറ്റുകളാണ് ഇഷ്ടം. അവൾക്ക് ചിരി വരണം, അല്ലെങ്കിൽ ചെറിയൊരു ദേഷ്യം വരണം, എങ്കിൽ മാത്രമേ അവൾ ഇൻട്രസ്റ്റഡ് ആകൂ. അതുകൊണ്ട് ഈ CBI ഡയറിക്കുറിപ്പ് പോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടി ഇന്ന് തന്നെ നീ നിർത്തിക്കോ. 2-മത്തെ പോയിന്റ്, ഓവർ അവൈലബിലിറ്റി. ഓവർ അവൈലബിലിറ്റിയെ കുറിച്ച് ഞാൻ പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് സ്ഥിരമായിട്ട് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ്. നിങ്ങൾ ഒരിക്കലും അവൾക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആണെന്ന് കാണിക്കാതിരിക്കുക. അതായത് ഒരു മെസ്സേജ് ഇപ്പൊ അവളുടെ അടുത്തുനിന്ന് വന്ന് അപ്പൊ തന്നെ ഒരു സെക്കൻഡ് പോലും കളയാതെ റിപ്ലൈ കൊടുക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, അവള് ഓൺലൈനിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ ഓൺലൈനിൽ പോയി നോക്കും. ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ്. അതായത് ഞാനിപ്പോ എങ്ങനെ പറയാന്ന് വെച്ചാല്, എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും മനുഷ്യൻ ഒരു വലിയ വില കൊടുക്കില്ല. അതായത് നമുക്കിപ്പോൾ എളുപ്പത്തിൽ എന്തെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അതിന് മനുഷ്യന്മാരെന്ത് ചെയ്യും? അതിന് പ്രത്യേകിച്ച് വിലയൊന്നും കൊടുക്കത്തില്ല. നിങ്ങൾ എപ്പോഴും അവൾക്ക് റിപ്ലൈ കൊടുക്കാൻ റെഡി ആയിരിക്കുകയാണെങ്കിൽ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകുന്ന ഒരു മെസ്സേജ് ഇതാണ്: ഇവൻ ഭയങ്കര ഫ്രീ ആണ്, ഇവനേറെ പണിയൊന്നുമില്ല, ഇവനെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും. എപ്പോഴും കിട്ടുന്ന ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാകൂല മാൻ. അതാണ് അതിന്റെ സത്യം. അതിനർത്ഥം അവള് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് റിപ്ലൈ കൊടുക്കണമെന്നല്ല. നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ജിമ്മിന്, പിന്നെ അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇതിന്റെയൊക്കെ ഇടയിലുള്ള സമയം മാത്രം അവൾക്ക് നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. നിങ്ങൾ തിരക്കുള്ള ഒരാളാണെന്നും നിങ്ങളുടെ സമയത്തിന് ഭയങ്കര വിലയുണ്ടെന്നും അവൾക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ തോന്നണം. ആ ഒരു മിസ്റ്ററി നിലനിർത്തിയാൽ മാത്രമേ അവർക്ക് നിങ്ങളോട് കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം പോലും തോന്നുള്ളൂ. അടുത്ത 3-മത്തെ പോയിന്റ്, മിററിംഗ് ദ എനർജി. അതായത് മിററിംഗ് ഇൻവെസ്റ്റ്മെന്റ് എന്നും പറയാതിനാ. അതായത് മാച്ച് ഹെർ എനർജി. അവൾ എത്രത്തോളം എഫോർട്ട് എടുക്കുന്നുണ്ടോ, അവൾ നമ്മളുടെ അടുത്ത് എത്രത്തോളം എഫോർട്ട് എടുക്കുന്നുണ്ടോ അത്രയും എഫോർട്ട് മാത്രം നിങ്ങൾ തിരിച്ചെടുക്കുക. ചില പയ്യന്മാരെ പ്രശ്നം ഒന്നുമില്ല, അവർ ഈ വലിയ പാരഗ്രാഫായിട്ടൊക്കെ എഴുതി ടൈപ്പ് ചെയ്തായിരിക്കും. തിരിച്ച് അവളെന്ത് തരും? വെറും ഒരു ഓക്കെ, അല്ലെങ്കിൽ എന്നിട്ട് ഇവൻ വീണ്ടും പാരഗ്രാഫ് അയക്കും. ദയവേത് ഈ പരിപാടി നിർത്തുക ബ്രോ. ഇതൊരു തരം ഡെസ്പറേഷൻ ആണ് കാണിക്കുന്നത്.
ഈ ചാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടെന്നീസ് കളി പോലെയാണ്. നിങ്ങളൊരു ബോൾ അങ്ങോട്ട് അടിച്ചു. ഇനി അവള് ഇങ്ങോട്ട് തിരിച്ചടിക്കണം. അവള് തിരിച്ചടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെ റാക്കറ്റും വീശി നിൽക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അവള് ഷോർട്ട് ആയിട്ടാണ് റിപ്ലൈ തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ട് ആയിട്ട് മാത്രം റിപ്ലൈ ഇടുക. അവള് ലേറ്റ് ആയിട്ടാണ് മെസ്സേജ് അയക്കുന്നെങ്കിൽ നിങ്ങൾ ആ ചാറ്റ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ ടോക്ക് ടു യു ലേറ്റർ, ഐ ഹാവ് സം വർക്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുക. എപ്പോഴും ചാറ്റ് എൻഡ് ചെയ്യുന്ന നിങ്ങളായിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ വാല്യൂ. പിന്നെ അടുത്ത 4ാമത്തെ കാര്യം, ഒരു കാരണവശാലും ഡബിൾ ടെക്സ്റ്റ് ചെയ്യരുത്. ഡബിൾ ടെക്സ്റ്റിംഗ് എന്ന് പറയും. ഡബിൾ ടെക്സ്റ്റ് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളൊരു മെസ്സേജ് അയച്ചു, അവൾ അത് കണ്ടിട്ട് റിപ്ലൈ തന്നില്ല, അല്ലെങ്കിൽ അവൾ ഓൺലൈനിലുണ്ട് പക്ഷേ നിങ്ങളുടെ മെസ്സേജിൽ സീനാക്കുന്നില്ല. അപ്പോൾ ഉടനെ നിങ്ങളുടെ ഉള്ളിലെ വെപ്രാളം പറയും, അയ്യോ ഹലോ എന്താ റിപ്ലൈ തരാത്തത്, ബിസിയാണോ, എന്നോട് ദേഷ്യമാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അയച്ച് അങ്ങനെ അയക്കുന്നതോടുകൂടി എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ വില അവിടെ തീരും. അവിടെ നിങ്ങൾക്ക് പിന്നെ വിലയില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് ഫോൺ കയ്യിലില്ലാത്തവരായിട്ട് ആരുമില്ല. അവൾ നിങ്ങളുടെ മെസ്സേജ് കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് അവൾ റിപ്ലൈ തന്നില്ലെങ്കിൽ അതിനർത്ഥം ആ നിമിഷം അവൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ആ നിമിഷം അവൾക്ക് അത് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ അവിടെ കിടന്ന് നമ്മൾ കെഞ്ചരുത്. കെഞ്ചി മെഴുകി അയ്യോ എന്താ റിപ്ലൈ തരാത്ത, എന്താ എന്നോട് മിണ്ടാൻ താല്പര്യമില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ വെറുതെ നമ്മളെ വില കളയരുത്. അവൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത്, എപ്പോഴാണോ അവൾക്ക് സംസാരിക്കാൻ തോന്നുന്നത്, അപ്പോൾ മാത്രമേ അവൾ മെസ്സേജ് അയക്കും. അങ്ങനെ അയച്ചാൽ മതി. അതുവരെ ഫോൺ മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സ്വന്തം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് സൈലൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, സൈലൻസ് ആയിട്ട് പറയുന്ന സംഭവം ഈ ചാറ്റിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. പിന്നെ 5ാമത്തെ കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വാക്ക് എവേ ആറ്റിറ്റ്യൂഡ്. ദ അബണ്ടൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയും. ദ അബണ്ടൻസ് മൈൻഡ് സെറ്റ്, അതായത് വാക്ക് എവേ പവർ. വളരെ പവർഫുള്ളായ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയാൻ പോണത്. അതായത് ഇനി നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ദ പവർ ടു വാക്ക് എവേ. പലരും പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ അവളെ ഒരു സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തും. ഇവളില്ലെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു, അല്ലെങ്കിൽ ഇവളെ എനിക്ക് കിട്ടിയേ തീരൂ എന്നൊരു മൈൻഡ് സെറ്റാണ്. ബ്രോ, ഈ മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ഒരു പെൺകുട്ടി നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചാൽ, നിങ്ങളുടെ സമയത്തിന് വില തന്നില്ലെങ്കിൽ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത്. ടേൺ അറൗണ്ട് ആൻഡ് വാക്ക് അവേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ആയിരിക്കണം നിങ്ങൾ ഏറ്റവും വലിയ വില കൊടുക്കേണ്ട കാര്യം. പക്ഷേ നിങ്ങൾ അവഗണിക്കുന്ന ഒരാളുടെ പിറകെ പോയിട്ട് സമയം കളയാൻ നിങ്ങളുടെ ജീവിതം അത്ര ചീപ്പല്ല. ഒരു ആൽഫ മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സംസാരത്തിലും ചാറ്റിങ്ങിലും എല്ലാം അത് പ്രതിഫലിക്കും. ആൽഫ മൈൻഡ് സെറ്റ് എന്ന് പറയാമല്ലോ, നമ്മളാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ നമുക്കാണ് ഇമ്പോർട്ടന്റ് കൂടുതൽ കൊടുത്തുള്ള ഒരു മൈൻഡ് സെറ്റാണ് ആൽഫ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലും ചാറ്റിങ്ങിലും എല്ലാം അത് പ്രതിഫലിക്കും. അങ്ങനെയുള്ള ആണുങ്ങളെയാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. കാരണം അവർക്കറിയാം, ഇവനെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇടണം, ഇവൻ വെറുതെ എൻ്റെ പുറകെ നടക്കുന്ന ഒരു ജോക്കർ അല്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ്, ഈ ആൽഫ മൈൻഡ് സെറ്റുള്ള ആണുങ്ങളെ കാണുമ്പോഴാണ് പെൺപിള്ളേർക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാകും. അപ്പൊ മച്ചാമാരെ, ഈ 5 കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിൽ വെക്കുക. ബോറിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും അവൈലബിൾ ആകാതിരിക്കുക. അവളുടെ എനർജി മാച്ച് ചെയ്യുക. ഡബിൾ ടെക്സ്റ്റ് ഒഴിവാക്കുക. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് വിട്ടുകൊടുക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ചാറ്റിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള റിലേഷൻഷിപ്പ് മൈൻഡ് സെറ്റ് വീഡിയോക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.